നമസ്കാരം. പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ ബിജെപി സർക്കാർ വിശ്വാസ വോട്ട് നേടി. ശബ്ദ വോട്ടോടെ വിശ്വാസ വോട്ട് അംഗീകരിച്ചതിൽ കോൺഗ്രസിലും ശിവസേനയ്ക്കും പ്രതിഷേധം. കോൺഗ്രസ് എംഎൽഎമാർ ഗവർണറെ തടഞ്ഞു. ബിജെപിയെ തുണച്ച് എൻസിപി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നടപടിയെ ചൊല്ലി എൻസിപി സംസ്ഥാന ഘടകത്തിൽ തർക്കം. എക്സിക്യൂട്ടീവ് യോഗത്തിൽ കയ്യാങ്കളി. മാർത്താണ്ഡവർമ്മ കുടുംബത്തിനെതിരെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട്. ക്ഷേത്ര സ്വത്ത് കൈക്കലാക്കാനും മാർത്താണ്ഡവർമ്മ കുടുംബം ശ്രമിക്കുന്നു. ട്രസ്റ്റ് ക്ഷേത്രത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ട്രസ്റ്റിൽ നിന്ന് മാർത്താണ്ഡവർമ്മ കുടുംബത്തെ ഒഴിവാക്കണമെന്നും ഭരണം ഏറ്റെടുക്കണമെന്നും ശുപാർശ. ബാർ കോഴ സമരത്തെ ചൊല്ലി സിപിഐ സിപിഎം തർക്കം മുറുകുന്നു. മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന് സിപിഐ. അഡ്ജസ്റ്റ്മെന്റ് സമരത്തിനില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ. സമരത്തിന് വിശ്വാസ്യത നഷ്ടമായെന്നത് പന്ന്യന്റെ സ്വയം വിമർശമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുമുന്നണി യോഗം തിങ്കളാഴ്ച. അട്ടപ്പാടിയിലെ സർക്കാർ പദ്ധതികളുടെ ഏകോപനത്തിന് പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചു. സർക്കാരിന് വീഴ്ച പറ്റിയെന്ന വാർത്തകൾ അതിശയോക്തിയെന്ന് മന്ത്രി കെ സി ജോസഫ്. സർക്കാർ ഉറപ്പ് മുഖവിലക്കെടുത്ത് സമരം അവസാനിപ്പിക്കുന്നുവെന്ന് സിപിഐ. സിപിഎം തീരുമാനം അല്പസമയത്തിനകം. ഇതര വിഷയ അധ്യാപകരെ കായികാധ്യാപകരായി നിയമിക്കില്ല. ഉത്തരവ് പിൻവലിച്ചു. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റ് നടത്തിപ്പിന്റെ പേരിൽ മാർത്താണ്ഡവർമ്മ കുടുംബത്തിനെതിരെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട്. ട്രസ്റ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് ശുപാർശ ചെയ്ത് സുപ്രീം കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ക്ഷേത്രത്തിനായി ട്രസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. മാർത്താണ്ഡവർമ്മ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സൗകര്യങ്ങളൊരുക്കുക മാത്രമാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം. ട്രസ്റ്റ് സ്വന്തമാക്കി ക്ഷേത്രസ്വത്ത് കൈക്കലാക്കാനാണ് മാർത്താണ്ഡവർമ്മ കുടുംബം ശ്രമിക്കുന്നതെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ചുമതലയേറ്റ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നു. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ 1965 ശ്രീ പത്മനാഭ ട്രസ്റ്റ് രൂപീകരിച്ച സമയത്ത് രേഖാമൂലം നിശ്ചയിച്ച നിബന്ധനകൾ അനുസരിച്ചല്ല നിലവിൽ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. 16 നിബന്ധനകളാണ് ട്രസ്റ്റിനായി ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് വന്നവർ ക്ഷേത്ര സ്വത്ത് സ്വകാര്യ സ്വത്തായി ഉപയോഗിച്ചു. ക്ഷേത്രത്തിന്റെ കണക്കിൽ ഇവ ഉൾപ്പെടുത്തിയുമില്ല. വരുമാനം സ്വകാര്യമായാണ് ട്രസ്റ്റ് ഉപയോഗിക്കുന്നത്. ക്ഷേത്രാചാരങ്ങളുടെ നടത്തിപ്പിന് പോലും ഈ വരുമാനം ഉപയോഗിക്കുന്നില്ല. പൂജാ സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള ചെലവും ജീവനക്കാരുടെ ശമ്പളവും നൽകുന്നില്ല. എല്ലാ വർഷവും വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും വർഷങ്ങളായി ഇത് നടക്കുന്നില്ല. വർഷം തോറും ക്ഷേത്രത്തിലേക്ക് നൽകേണ്ട 15 ലക്ഷം രൂപ നൽകാതെ 92 ലക്ഷം രൂപയോളം കുടിശ്ശിക വരുത്തിയിട്ടുമുണ്ട്. രാമവർമ്മയുടെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യരുതെന്നാണ് നിബന്ധന. എന്നാൽ ട്രസ്റ്റി അതിന് ശ്രമിക്കുന്നു. ക്ഷേത്ര സ്വത്ത് സ്വകാര്യമായി ഉപയോഗിക്കുന്നവർക്ക് ട്രസ്റ്റിയായി തുടരാൻ അവകാശമില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷ് കുമാറിന്റെ റിപ്പോർട്ടിൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചാവും ട്രസ്റ്റിന്റെ ഭാവി. മീഡിയ 1 ഡൽഹി. അഡ്വക്കേറ്റ് ജമീല പ്രകാശം MLA തിരുവനന്തപുരത്തുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു കോഴിക്കോട്ട്. BJP നേതാവ് ശ്രീ B ഗോപാലകൃഷ്ണൻ തൃശൂർ സ്റ്റുഡിയോയിലുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീമതി ജമീല പ്രകാശം, ക്ഷേത്രം സ്വകാര്യ സ്വത്താക്കാൻ മാർത്താണ്ഡവർമ്മ കുടുംബം ശ്രമിക്കുന്നു എന്നതാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങളിലൊന്ന്. ഏത് വിധത്തിൽ വേണം ഇതിനെ കാണാൻ? എത്രക്ക് ഗൗരവതരമാണിത്? ഇക്കാര്യത്തിൽ നമ്മൾ 2 രീതിയിലാണ് ഇതിനെ നോക്കാൻ പഠിക്കേണ്ടത്. ഒന്ന്, ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ, അതായത് അവിടുത്തെ ആരാധന, അവിടെ സന്ദർശകരെ നിയന്ത്രിക്കുന്ന രീതി, പിന്നെ പൂജകൾ നടത്തുന്ന രീതി, പിന്നെ അവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന രീതി, സുരക്ഷ, ഇതെല്ലാം ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ക്ഷേത്രത്തിൽ നിന്നും ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായി 2-3 വർഷത്തിന് മുമ്പ് കണ്ടെടുത്ത അഭൂതപൂർവമായിട്ടുള്ള മൂല്യമുള്ള സമ്പദ് ശേഖരത്തിന്റെ സൂക്ഷിപ്പും അതിന്റെ മാനേജ്മെന്റും. ഇത് 2 രീതിയിൽ കാണണം. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാർ പോലും ഇതിനെ എല്ലാം കൂടി വേർതിരിച്ച് പ്രത്യേകമാക്കി കാണുന്നതിന് പകരം അവരിത് ഒരുമിച്ച് കാണാനാണ് നോക്കുന്നത്. അത് മനഃപൂർവ്വം പൊതുജനങ്ങള് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇപ്പൊ തന്നെ എന്തെല്ലാം ബാലിശമായ കാര്യങ്ങളാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ എന്തോ പിഴവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഭരണം വേണം, ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ്, ക്ഷേത്രത്തിന്റെ സ്വത്തെല്ലാം ട്രസ്റ്റാണ് നോക്കേണ്ടതെന്നൊക്കെ പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇത്രയും നാളായിട്ട് ഈ ക്ഷേത്രത്തിന് അകത്ത് ഇത്രയും വിലപിടിപ്പുള്ള സമ്പത്തുണ്ടെന്നുള്ളത് ഒരു സ്ഥലത്തും രാജകുടുംബമോ മറ്റ് തന്ത്രിമാരോ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. അറിയാവുന്നവരെല്ലാം ഇത് മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ ലീഗൽ ബോഡികൾക്കും ഒരുപോലെ തന്നെ ബാധകമാണ്. അത് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ
നമ്മൾ ഈ രണ്ട് കാര്യവും രണ്ടായിട്ട് തന്നെ കാണാൻ പഠിക്കണം. ഇപ്പോൾ സുപ്രീം കോടതി ഇതിന്റെ തരംതിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, വിലപിടിപ്പുള്ള ആഭരണങ്ങളുടെയും രത്നങ്ങളുടെയും സ്വർണ്ണ നാണയങ്ങളുടെയും മറ്റും. അത് സുരക്ഷയ്ക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു വലിയ വാൾട്ട് ഉണ്ടാക്കി, നിലവറ ഉണ്ടാക്കി അതിൽ സൂക്ഷിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് അതിന്റെ മൂല്യനിർണ്ണയമാണ്. ഈ മൂല്യനിർണ്ണയത്തിന് വേണ്ടി എന്നെ പോലെയുള്ളവർ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ 2011 തൊട്ട് MLA ആയ ആ തവണ തൊട്ട്, ആദ്യത്തെ നിയമസഭാ സമ്മേളനം തൊട്ട് ഞാനിത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ മൂല്യം നിർണ്ണയിക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ ഫിസിക്കൽ അസറ്റ്സിനെ നമുക്ക് ധനകാര്യ ആസ്തികളാക്കി മാറ്റണം. ഇത് മുഖ്യമന്ത്രി തന്നെ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ കീഴിലോ ഒരു വലിയ കമ്മിറ്റിയുടെ കീഴിലോ ഇത് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ജനങ്ങളോട് നമുക്ക് നീതി പുലർത്താൻ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നമുക്കിപ്പോൾ മുന്നിൽ ഉള്ളത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടാണ്. അത് അതിഗുരുതരമായ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ, ഇപ്പോൾ നമുക്കറിയാം ക്ഷേത്രം അതിബൃഹത്തായ സമ്പത്തുള്ള ഒരു സ്ഥലമാണ് എന്ന്. അതിനെ സ്വകാര്യ സ്വത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം, പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ടിലെ പരാമർശം. അതൊരു ആരോപണം പോലുമല്ല, സുപ്രീം കോടതി നിയോഗിച്ച എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടാണ്. നമ്മൾ ആ മുഖവിലേക്ക് തന്നെ അതിനെ എടുക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക, ക്ഷേത്രത്തിലെ പൂജാപാത്രങ്ങളടക്കമുള്ളവ വേണ്ട രീതിയിൽ പരിപാലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, ആ ട്രസ്റ്റിന് മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് സ്വകാര്യമായി കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ, അവരവർ താമസിക്കുന്ന സ്ഥലങ്ങൾ മെച്ചപ്പെടുന്നത്, അറ്റകുറ്റപ്പണികൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ശമ്പളമായി കൊടുക്കേണ്ടുന്ന തുക കൊടുക്കുന്നില്ല. 90 ലക്ഷത്തോളം രൂപ ഇപ്പോൾ കുടിശ്ശികയായിട്ട് വെച്ചിരിക്കുകയാണെന്നടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഈ കുടുംബം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കാനല്ല, ക്ഷേത്രത്തെ ഏതെങ്കിലും വിധേന ഇത്ര വലിയ സമ്പത്തുള്ള ഈ ക്ഷേത്രത്തെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനാണ് ശ്രമിക്കുന്നത് എന്നത് തിരിച്ചറിയേണ്ടുന്ന സമയമല്ലേ ഇത്? വാസ്തവത്തിൽ ഈ പറയുന്നതിൽ അടിസ്ഥാനപരമായ ചില പെശകുകളുണ്ട്. കാരണം രാജകുടുംബം ഈ പണം മുഴുവൻ തട്ടിയെടുക്കുവാൻ ശ്രമിച്ചു എന്നോ അല്ലെങ്കിൽ ട്രസ്റ്റി ഇതൊക്കെ അടിച്ചുമാറ്റുവാൻ ശ്രമിച്ചോ എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായ ആരോപണങ്ങൾ, തെളിവുകളില്ലാത്ത ആരോപണങ്ങളാണ്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നിലവറയിൽ ഇത്രയേറെ സ്വത്തുക്കൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. ഇത് നിലവറ തുറന്നു നോക്കിയ സമയത്ത് നിലവറയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പലതരത്തിലുള്ള സ്വത്തുക്കളും ക്ഷേത്രത്തിൻ്റെതായ ക്ഷേത്ര സ്വത്തുക്കളുണ്ട്. ആ ക്ഷേത്ര സ്വത്തുക്കളൊക്കെ എടുത്തു മാറ്റുവാൻ രാജകുടുംബം ശ്രമിച്ചിരുന്നുവെങ്കിൽ പണ്ടേ ഇത് സൂക്ഷിക്കാമായിരുന്നില്ലല്ലോ. എന്തിനു സൂക്ഷിക്കണം? ഇതൊക്കെ പണ്ടേ ചെയ്യാമായിരുന്നു. ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പലപ്പോഴും രാജകുടുംബത്തിനെതിരെ ഉന്നയിക്കുന്നു, പലപ്പോഴും ട്രസ്റ്റികൾക്കെതിരെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അമിക്കസ് ക്യൂറി ആയാലും ശരി, കോടതി നിയോഗിച്ച ആരായാലും ശരി, യാഥാർത്ഥ്യങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുത്. അവിടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണം കൊടുക്കാനുണ്ടെങ്കിൽ, ജോലിക്ക് ചെയ്ത് ശമ്പളം കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകളൊക്കെ ശരിയാക്കാവുന്നതാണ്, അതിന് നടപടികൾ എടുക്കാവുന്നതാണ്. തെറ്റുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തീർച്ചയായിട്ടും ആ തെറ്റ് തന്നെയാണ്. അത് രാജകുടുംബമായാലും ശരി, ട്രസ്റ്റി ആയാലും ശരി, ആരായാലും ശരി, അതിനുള്ള പരിഹാരം എന്ത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ മറ്റൊരു കാര്യം. ഇത് അമിക്കസ് ക്യൂറി വന്ന് ദേവനേക്കാൾ വലിയ ആളാണ് ഞാൻ, ദേവൻ ഞാനാണ് എന്ന് അമിക്കസ് ക്യൂറി പറയുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും കാലം ഈ ക്ഷേത്രത്തെ നോക്കിക്കൊണ്ടുവന്ന രാജകുടുംബത്തെ അടച്ചാക്ഷേപിക്കുന്ന സമീപനം ഒരു കാരണവശാലും അംഗീകരിക്കുവാനോ അനുവദിക്കുവാനോ കഴിയില്ല. നേരത്തെ എൻ്റെ സുഹൃത്ത് സംസാരിച്ചു, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ട്രസ്റ്റിയിൽ ചെയർമാൻ, അത് തന്നെയാണ് അപകടകരം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്രയോ ന്യൂനപക്ഷ മത ദേവാലയങ്ങളുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാൻ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ തയ്യാറാവുന്നുണ്ടോ? രാഷ്ട്രീയക്കാർ അടക്കമുള്ള ആളുകൾ മാറി നിന്നുകൊണ്ട് 1984 എനിക്ക് തോന്നുന്നു PA അരവിന്ദാക്ഷൻ മേനോന്റെ ആ റിപ്പോർട്ടാണ് വാസ്തവത്തിൽ നടപ്പാക്കേണ്ടത്. ആ ക്ഷേത്രത്തിന്റെ സ്വത്ത്
ക്ഷേത്രത്തിന്റെ വിശ്വാസികളുമായി ബന്ധപ്പെട്ടവർ, ക്ഷേത്രത്തിൽ വരുന്നവർ, ക്ഷേത്രത്തിൽ പൂജിക്കാൻ വരുന്നവർ, ക്ഷേത്രവിശ്വാസികൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ, ഇവരെയെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ക്ഷേത്രവിശ്വാസികളുടെ കൈകളിലേക്ക് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കൊടുക്കലാണ് വാസ്തവത്തിൽ കാര്യം. പ്രധാനപ്പെട്ട വിഷയം ഞാൻ ചോദിക്കട്ടെ. അമിക്കസ് ക്യൂറി വന്നു. എന്തിനാണ് അമിക്കസ് ക്യൂറി വന്ന് ക്ഷേത്രത്തിന്റെ ആചാരങ്ങളിൽ ഇടപെടുന്നത്? ഇവിടെ പ്രധാനപ്പെട്ട വിഷയം താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ആ വിഷയത്തിലേക്കൊക്കെ വരാം. അമിക്കസ് ക്യൂറി ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഇന്നലത്തെ പരാമർശങ്ങളുണ്ടല്ലോ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ പി എം സുരേഷ് ബാബു, നമുക്ക് മുന്നിൽ ഇന്നുള്ളത് ഈ റിപ്പോർട്ടാണ്. കെ എൻ സതീഷ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഭരണസമിതിക്ക് അധികാരം കൈമാറണം, ഇവരിത് വല്ലാത്ത തോതിൽ സ്വകാര്യ സ്വത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് 16 പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഈ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ്. ഈ കുടുംബം ഇത് സ്വകാര്യ സ്വത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് നോ പറയേണ്ടുന്ന ഉത്തരവാദിത്തം ഈ സംസ്ഥാന സർക്കാരിനില്ലേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അത് പ്രഥമ ദൃഷ്ട്യാ രാജകുടുംബത്തിന് അവിശ്വസിക്കാൻ ഈ സർക്കാർ തയ്യാറല്ല. അത് അവിശ്വസിക്കേണ്ടുന്ന സാഹചര്യവുമില്ല. രാജകുടുംബം ശ്രീ ഗോപാലകൃഷ്ണൻ വക്കീൽ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഡൊമെയിനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അവർ ക്ഷേത്രത്തിൻ്റെതായി കാത്തു സൂക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കാത്തു സംരക്ഷിച്ചതിന് ശേഷം ഇപ്പോൾ ആരുടെയെങ്കിലും ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിലെ രാജകുടുംബത്തെ അടച്ചാക്ഷേപിക്കുന്ന സമീപനത്തിനോട് ഗവൺമെൻറ്റിന് യോജിപ്പില്ല. ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെ ശക്തമായ, വളരെ സുചിന്തിതമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ അങ്കലാപ്പുമില്ലാതെ നടന്നു പോകുന്ന ഗുരുവായൂർ ഭരണം സംവിധാനം, ഗുരുവായൂർ ദേവസ്വം ആക്ട്, ആ രീതിയിലുള്ള തികച്ചും അതിനോട് ട്രിപ്ലിക്കയായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ ക്ഷേത്രഭരണം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാം. ഗുരുവായൂർ മോഡൽ ആക്ട് പാസ്സാക്കിയെടുത്ത് ചെയ്യാം. മുഖ്യമന്ത്രി ചെയർമാനാകണമെന്നോ മുഖ്യമന്ത്രി ട്രസ്റ്റിൽ അംഗമാകണമെന്നോ യാതൊരു അഭിപ്രായവും UDF സർക്കാരിനില്ല, കോൺഗ്രസിനില്ല. ക്ഷേത്ര ഭരണകാര്യങ്ങളിൽ രാഷ്ട്രീയവും രാഷ്ട്രീയതരവുമായ ഇടപെടലുകൾ ഉണ്ടാവരുത്. അത് ആ ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ ക്ഷേത്രത്തിൻ്റെതായി നിലനിർത്തുകയും അത് എലീനേറ്റ് ചെയ്യാൻ അവകാശമില്ലാത്ത, അതിനെ കാത്തു സംരക്ഷിക്കാൻ മാത്രം അവകാശമുള്ള ഒരു കമ്മിറ്റിയുടെ കീഴിൽ ആ ക്ഷേത്രഭരണം കൊണ്ടുവരണം എന്ന അഭിപ്രായമാണ് സത്യവാങ്മൂല രൂപത്തിൽ സുപ്രീം കോടതിക്കകത്തും ഹൈക്കോടതിക്കകത്തും ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതി അതിനെയാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിനെ നിർഭാഗ്യവശാൽ രാജകുടുംബം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിന് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള മറുപടിയും അതുതന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഗുരുവായൂർ മോഡൽ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് എല്ലാ നടപടികളും എടുക്കും, കോടതി അനുവദിക്കുകയാണെങ്കിൽ. ശ്രീമതി ജമീല പ്രകാശം, ഈ പ്രഥമ ദൃഷ്ട്യാ ആ കുടുംബത്തെ അവിശ്വസിക്കാനുള്ള കാരണങ്ങളില്ല എന്നാണ് ഇപ്പോഴും സർക്കാരിൻ്റെ നിലപാട്. എന്ന് വെച്ചാൽ സുപ്രീം കോടതി നിയോഗിച്ച, കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത കെ എൻ സതീഷ് എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ എണ്ണമിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും ഈ കുടുംബം ദ്രോഹമാണ് ഈ അമ്പലത്തോട് ചെയ്യുന്നത് എന്ന് എണ്ണമിട്ട് പറയുമ്പോഴും അത് അവിശ്വസിക്കാൻ കാരണങ്ങളില്ല എന്ന് പറയുന്ന സർക്കാരും BJPയെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളും അവിടെ ഉണ്ട്. അവരെയല്ലേ മുഖവിലക്കെടുക്കേണ്ടത്? രാജകുടുംബത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല ഈ ക്ഷേത്രഭരണത്തിന്റെ കാര്യത്തിൽ എന്ന് ഇവിടുത്തെ സർക്കാർ പറയുകയാണെങ്കിൽ എനിക്ക് ആ സർക്കാരിനെ നയിക്കുന്ന മുകളിൽ തലപ്പത്തിരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ഗുരുവായൂർ മോഡൽ ഭരണസമിതി കൊണ്ടുവരണം? അങ്ങനെയാണെങ്കിൽ പിന്നെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നെ ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ കളക്ടറും ഒക്കെ ചേർന്നുകൊണ്ട് എന്തിനാണ് ഈ താക്കോലുകളൊക്കെ വാങ്ങിച്ച് കൈ പിടിക്കുന്നത്? സർക്കാർ ഇതിനൊക്കെ അനുകൂലമാണെന്നും ക്ഷേത്രഭരണം കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് അതിനകത്തിരിക്കുന്ന സ്വത്തുക്കളും ഒക്കെ ചേർന്നുകൊണ്ട്, സമ്പത്തും ഒക്കെ ചേർന്നുകൊണ്ട് രാജകുടുംബത്തിന് കൊടുക്കാവുന്നതാണെന്നൊരു